പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യന്റെ തലച്ചോറ് ഒരു ഒന്നൊന്നര മുതലാണ്. ശ്രീലക്ഷ്മി അറക്കൽ, ദ സ്യൂഡ് ഓഫ് ഫെമിനിറ്റി, ഇവളെ പോലുള്ള ഒരുത്തിയാണ് ഈ നാടിന്റെ ശാപം. ഇവളെയൊക്കെ ആദ്യം അടിച്ച് ഈ നാട്ടിൽ നിന്ന് വെളിയിൽ കളയണം. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നവള് കുടുംബത്തിൽ കാര്യമില്ല. എവിടെങ്കിലും ഐലൻഡിൽ കൊണ്ടിടണം. പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, നന്നായി എന്ന് പറഞ്ഞിട്ട്. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. നന്നായി എന്ന് പറഞ്ഞു ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇവള് തന്തയില്ലാത്തവളാണ്, ഇവള് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവള് തന്തയില്ലാത്തവളാണെന്ന്. ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ല അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും. അത് തെളിയിച്ച് ഈ പന്ന മോള് ഇവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യം ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കാം. നന്നായി, കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ അല്ലെ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടി കൊണ്ടേ തിരക്കത്ത് കൊടുക്കും. അതിവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഇതിനകത്ത് എവിടാണ് അവളെ പീഡിപ്പിച്ചത്? എവിടാണ് പീഡിപ്പിച്ചത്? നീ കണ്ടോ അവളെ പീഡിപ്പിക്കുന്നത്? ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. നീ വലിയ ഫെമിനിറ്റി ആണല്ലോ, നീ എത്ര പേർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ത്രീകൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചിട്ടുണ്ട്? മദർ തെരേസ, ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്കുക. ഈ സ്യൂഡോ ഫെമിനിറ്റി കളിച്ച് നടക്കുന്നതല്ലാതെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതിരിക്കുക. നാളെ ഇവള് ഇറങ്ങും. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു.